ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജികുമാർ നിറകണ്ടം. നമ്മളിപ്പം നെടുങ്കണ്ടത്ത് നിന്ന് പച്ചടി കുരിശുപാറ എന്ന സ്ഥലത്തേക്കുള്ളൊരു യാത്രയിലാണ്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്കൊന്ന് അറിയിച്ച് എത്തിക്കാം എന്നൊരാഗ്രഹത്തോടു കൂടി ഞങ്ങൾ അങ്ങോട്ട് യാത്രയാകുകയാണ്. ഒരു സന്ധ്യസമയം കൂട്ടിയാണ് അങ്ങോട്ട് നിങ്ങൾ ഞെങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പച്ചടി എന്ന അതിമനോഹരമായ പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഈ കുരിശുപാറ എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം. അവിടെ ചെന്നിറങ്ങിയപ്പോൾ നല്ല കോടമഞ്ഞും ചെറിയ ഇരുട്ട് പരുവത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രകൃതിയുടെ ഒരു ഭംഗി തന്നെ കാണാൻ തന്നെ വളരെ മനോഹരമായി തോന്നി. ആ വിഷ്വലിൽ ഞാൻ അവിടെ വെച്ച് തന്നെ അപ്പത്തിനെ പകർത്തി. അങ്ങും ഇങ്ങുമായി കാണുന്ന ഒന്നോ രണ്ടോ വീടുകൾ നമുക്ക് അവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അതുപോലെ ഒന്ന് രണ്ട് കുഞ്ഞു കടകൾ, കാര്യങ്ങൾ, ടൗണ്, അവിടെ എനിക്ക് ആ രീതിയിൽ കിട്ടിയൊരു പവറിൽ ഞാൻ അന്നേരം പകർത്തിയ ചിത്രങ്ങളാണിതെല്ലാം. ഈ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടൗണുകളിലും ആളുകളെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കൂട്ടുകാരെല്ലാം കൂടി ഇന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ലൈബ്രറികളിലൊക്കെ പോയി വായനയൊക്കെ കഴിഞ്ഞ് കളികളൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് പിരിയുന്നൊരു സന്തോഷമായി. അപ്പോൾ ഈ പച്ചടിയെക്കുറിച്ച് പറയാനായിട്ടെങ്കിൽ അതിമനോഹരമായ സ്ഥലമാണ്. പ്രദേശം എന്ന് പറയുന്നത് കോട്ടയം പാലാ സൈഡിൽ നിന്ന് കുടിയേറി വന്നവരാണ് കൂടുതലും ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ 1964 ഈ കുരിശുപാറ എന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കുരിശുപള്ളി അവിടെ കൊണ്ട് സ്ഥാപിക്കുകയായിരുന്നു. ആ കുരിശടി സ്ഥാപിക്കുകയും പിന്നെ വെളിയിൽ നിന്ന് അച്ഛന്മാരൊക്കെ വന്ന് കുർബാന ചൊല്ലുകയും അങ്ങനെയൊക്കെയാണ് ഈ സ്ഥലത്തിന് കുരിശുപാറ എന്ന് പേരിട്ടത്. അതിനുശേഷം അവിടെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് തൊട്ടടുത്തായിട്ടൊരു വായനശാല. വായനക്കാർ അമിതമായി ഉണ്ടാകാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, മൺമറഞ്ഞു പോയ SNDPയുടെ ആരാധനായ നേതാവ് പച്ചടി ശ്രീധരൻ സാറ് സ്ഥലം നൽകുകയും 1980 കാലഘട്ടങ്ങളിൽ ഒരു ലൈബ്രറി ആരംഭിക്കുകയും അവിടെ ചെയ്തു. അതിനുശേഷം ലൈബ്രറി കേന്ദ്രീകരിച്ച് വായനയും 10,000-ലധികം പുസ്തകങ്ങളും പ്രോഗ്രസീവ് പബ്ലിക് ലൈബ്രറി എന്ന പേര് ലൈബ്രറിക്ക് നൽകുകയും ചെയ്തു. ഈ പ്രദേശത്തെ ആൾക്കാരെല്ലാം വിദ്യാസമ്പന്നരാണ്. അത് മാത്രമല്ല, ഇതിനകത്തെ പ്രത്യേക കാര്യം എന്ന് പറഞ്ഞത് അവിടെ ഉള്ള പഠിച്ച് ലൈബ്രറിയിലൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ അത്തരമുള്ള ആൾക്കാർ മൊത്തവും നല്ല ജവാന്മാരാണ് കൂടുതലും. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജവാന്മാരുള്ള സ്ഥലമാണ് ഈ പച്ചടി പ്രദേശം എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്കറിയാം, വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ്. അവിടെ പോയി നിന്ന് നിങ്ങളൊന്ന് കാണണം. അതുപോലെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ പള്ളികളിലെ അലങ്കാരങ്ങളൊന്നും കാണാനില്ല. പക്ഷേ അതിനുശേഷം ഈ സന്ധ്യസമയത്തോടു കൂടി അവിടെ വന്ന് ഒരു അപ്പച്ചൻ അവിടെ ചെന്ന് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് കണ്ടു നിൽക്കാൻ അവിടെ നിന്ന് തിരിച്ചു പോകാൻ എനിക്ക് തോന്നിയില്ല. അതുപോലെ എൻ്റെ മനസ്സങ്ങ് വല്ലതായി. അപ്പം സന്ധ്യസമയങ്ങളൊക്കെ ആയി അവിടെ നിന്ന് ഞാൻ ഈ പള്ളിയുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ മനോഹാരിതയും ഇതെല്ലാം നിങ്ങൾ കൃത്യമായി പോയി കാണണം. അവിടെ നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ ഷിബു മാഷ് ഒരു സിനിമയൊക്കെ ഷൂട്ടൊക്കെ ചെയ്ത സ്ഥലമാണ്. അതൊക്കെ ഉടനെ തന്നെ താമസിക്കാൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഈ വിശേഷങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് മടങ്ങി നെടുങ്കണ്ടത്തേക്ക് പോരുകയാണ്. അപ്പോൾ നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല കാര്യങ്ങളുമായി വീണ്ടും ഞാൻ തിരികെ എത്തും. അതുവരേക്കും പാക്കും പറയി സന്ധിക്കും പറയി വണക്കം.